ബിജെപിയുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളിൽ പ്രാഥമിക ധാരണയായതോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ ബിഡിജെഎസ്. പാർട്ടി മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി നൽകാൻ വിവിധ ജില്ലാ കമ്മിറ്റികൾക്ക് സംസ്ഥാന നേതൃത്വം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. നാളെ മുതൽ പ്രവർത്തക കൺവെൻഷനുകൾ ആരംഭിക്കും. SNDP യോഗത്തിന്റെ രാഷ്ട്രീയ വിഭാഗമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഭാരത് ധർമ്മ ജനസേന അഥവാ ബിഡിജെഎസിന്റെ രാഷ്ട്രീയ രംഗപ്രവേശനം. 2014 രൂപീകരണത്തിന് ശേഷം ദേശീയ ജനാധിപത്യ സഖ്യത്തിലെത്തിയ പാർട്ടി 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 37 സീറ്റുകളിലും പരാജയപ്പെട്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്, ആലത്തൂർ, ഇടുക്കി, മാവേലിക്കര മണ്ഡലങ്ങളിൽ മത്സരിച്ചപ്പോഴും നില മെച്ചപ്പെടുത്താനായില്ല. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയോട് വയനാട്ടിൽ നേരിട്ട് ഏറ്റുമുട്ടിയ പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് 78,816 വോട്ടുകൾ മാത്രമാണ് സമാഹരിക്കാനായത്. ജനറൽ സെക്രട്ടറി TV ബാബു ആലത്തൂരിൽ 89,837 വോട്ടുകളും ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയായിരുന്ന ബിജു കൃഷ്ണൻ 78,648 വോട്ടുകളും നേടി. 1,33,546 വോട്ടുകൾ നേടിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തഴവ സഹദേവന് മാവേലിക്കരയിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കാനായി. കഴിഞ്ഞ 5 സീറ്റിലാണ് ഞങ്ങൾ മത്സരിച്ചത്. ഇത്തവണ അത് 4 സീറ്റുകളിലേക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പാണ് സംഘടനാപരമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാളും നില മെച്ചപ്പെടും എന്ന് മാത്രമല്ല, കേരളത്തിൽ ഇത്തവണ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു മത്സരമായിരിക്കും നടക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വയനാട്, ആലത്തൂർ മണ്ഡലങ്ങൾക്ക് പകരം കോട്ടയം, ചാലക്കുടി സീറ്റുകളിലാവും ഇത്തവണ ബിഡിജെഎസ് മത്സരിക്കുക. പാർട്ടി അധ്യക്ഷൻ കോട്ടയത്ത് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ടെങ്കിലും മറ്റ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇതുവരെ ബിഡിജെഎസിനായിട്ടില്ല. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ NDAയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി എന്ന് പറയാനായിട്ട് ഇപ്പോൾ BDS ആണുള്ളത്. പക്ഷേ അവർ പറയുന്ന രീതിയിലുള്ള അവകാശവാദത്തിനനുസരിച്ചുള്ള രീതിയിലുള്ള പ്രവർത്തനമൊന്നും അവരെ ഇവിടെ വോട്ട് ബാങ്കിന്റെ ഒരു രീതിയിലൊന്നും അവർ പിടിച്ചിട്ടില്ല. BDS പോലും NDAയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ നിലയിൽ BDSനെ എത്രത്തോളം വിശ്വാസത്തിലെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് NDAയെ സംബന്ധിച്ചിടത്തോളം. ഈ മാസം ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ എല്ലാ ജില്ലകളിലെയും പ്രവർത്തക യോഗം വിളിക്കാൻ തീരുമാനിച്ചിരുന്നു. മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന ജില്ലാ കമ്മിറ്റികളോട് സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കുന്ന പാനൽ തയ്യാറാക്കി നൽകാനും സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ മുതൽ പ്രവർത്തക കൺവെൻഷനുകൾ വിളിച്ചു ചേർത്ത് ചർച്ചകൾ നടത്താനും തീരുമാനങ്ങളെടുക്കാനുമാണ് ബിഡിജെഎസ് തീരുമാനം. BJP കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളോട് കൂടിയാലോചിച്ച ശേഷമാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി തീയതി നിശ്ചയിക്കുക. റിപ്പോർട്ടർ ലെവിൻ കെ വിജയൻ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.